നമസ്കാരം, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് സ്വാഗതം. രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർ കാത്തിരിക്കുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 23ാം ഗഡുവിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. 23ാം ഗഡു എപ്പോൾ ലഭിക്കും? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് നഗരത്തിൽ നിന്നായിരിക്കും തുക വിതരണം ചെയ്യുക? ആരൊക്കെയാണ് ഈ തവണ പണം ലഭിക്കാൻ അർഹരാകുന്നത്? എന്തെല്ലാം കാര്യങ്ങൾ കർഷകർ നിർബന്ധമായും പരിശോധിക്കണം എന്നിങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും നമ്മൾക്ക് വിശദമായി നോക്കാം. ആദ്യം വാർത്തയിലേക്ക് വരാം. കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയത്തിന്റെ വിവരങ്ങൾ പ്രകാരം PM കിസാൻ പദ്ധതിയുടെ 23ാം ഗഡു 2026 ജൂൺ 20 വിതരണം ചെയ്യാനാണ് നിലവിൽ തയ്യാറെടുപ്പുകൾ നടക്കുന്നത്. പതിവ് പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടാണ് ഗഡു വിതരണം ചെയ്യുന്നത്. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അഥവാ DBT സംവിധാനത്തിലൂടെയാണ് പണം നേരിട്ട് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത്. PM കിസാൻ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള യോഗ്യരായ കർഷകർക്ക് ഓരോ വർഷവും 6000 രൂപ ലഭിക്കുന്നതാണ് ഈ പദ്ധതി. ഇത് 3 ഗഡുക്കളായി 2000 രൂപ വീതമാണ് വിതരണം ചെയ്യുന്നത്. ഇതിനു മുൻപ് 22 ഗഡുക്കൾ വിജയകരമായി വിതരണം ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി 22ാമത് ഗഡുവാണ് മാർച്ച് 13 വിതരണം നടന്നത്. അന്ന് 9 കോടിയിലധികം കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയിരുന്നു. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യം ഇതാണ്: പ്രധാനമന്ത്രി ഏത് നഗരത്തിൽ നിന്നായിരിക്കും 23ാം ഗഡു വിതരണം ചെയ്യുക? കഴിഞ്ഞ തവണ, അതായത് 22ാം ഗഡു വിതരണം ചെയ്തത് അസമിലെ ഗുവാഹത്തിയിൽ നിന്നായിരുന്നു. അവിടെ നടന്ന പൊതുപരിപാടിയിലാണ് പ്രധാനമന്ത്രി മോദി ഗഡു വിതരണം നിർവഹിച്ചത്. 23ാം ഗഡു സംബന്ധിച്ച് വിവിധ ദേശീയ മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പശ്ചിമ ബംഗാളിൽ നിന്നായിരിക്കും ഈ തവണ ഗഡു വിതരണം നടക്കുക എന്ന സൂചനകളുണ്ട്. ഇപ്പോൾ പണം ലഭിക്കാൻ കർഷകർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളാണ്: ഈ KYC പൂർത്തിയാക്കിയിരിക്കണം. ഇപ്പോൾ PM കിസാൻ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കാൻ ഈ KYC നിർബന്ധമാണ്. ഈ KYC ചെയ്യാത്തവരുടെ ഗഡു തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. രണ്ടാമതായി, ആധാർ നമ്പറും ബാങ്ക് അക്കൗണ്ടും ശരിയായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അക്കൗണ്ട് നമ്പറിൽ തെറ്റുകളുണ്ടെങ്കിൽ പണം ലഭിക്കാതെ പോകാം. മൂന്നാമതായി, DBT സംവിധാനം ബാങ്കിൽ സജീവമാണോ എന്ന് ഉറപ്പാക്കണം. DBT പ്രവർത്തനക്ഷമമാണെങ്കിൽ തുക അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതിൽ തടസ്സങ്ങൾ ഉണ്ടാവാം. നാലാമതായി, ഭൂവിവര പരിശോധന പൂർത്തിയാക്കിയിരിക്കണം. കേന്ദ്ര സർക്കാർ പല സംസ്ഥാനങ്ങളിലും ഭൂവിവര പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങളിൽ പൊരുത്തക്കേട് ഉണ്ടെങ്കിൽ ഗുണഭോക്തൃ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കപ്പെടാൻ സാധ്യതയുണ്ട്. അഞ്ചാമതായി, PM കിസാൻ പോർട്ടലിൽ നിങ്ങളുടെ പേര് ഗുണഭോക്തൃ പട്ടികയിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഇത് പരിശോധിക്കുന്നത് വളരെ എളുപ്പമാണ്. PM കിസാൻ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രവേശിക്കുക. തുടർന്ന് ബെനിഫിഷ്യറി സ്റ്റാറ്റസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം രജിസ്ട്രേഷൻ നമ്പർ നൽകി അല്ലെങ്കിൽ മൊബൈൽ നമ്പർ നൽകി നിങ്ങൾക്ക് വിവരം പരിശോധിക്കാവുന്നതാണ്. ഇനി മറ്റൊരു പ്രധാന കാര്യം കൂടി പറയാം. ജൂൺ 20 ഗഡു പ്രഖ്യാപിച്ചാലും എല്ലാ അക്കൗണ്ടുകളിലേക്കും ഒരേ സമയം പണം എത്തണമെന്നില്ല. ചില ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്താൻ മണിക്കൂറുകളോ ചിലപ്പോൾ 1-2 ദിവസമോ എടുക്കാം. അതിനാൽ ജൂൺ 20 പണം വന്നില്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ബാങ്ക് അക്കൗണ്ട് സ്റ്റാറ്റസ്, DBT നില, PM കിസാൻ പോർട്ടലിലെ വിവരങ്ങൾ എന്നിവ പരിശോധിച്ച് ഉറപ്പുവരുത്തുക. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ പ്രധാനമന്ത്രി മോദിയുടെ ഔദ്യോഗിക പരിപാടി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവരാൻ സാധ്യതയുണ്ട്. 23ാം ഗഡു വിതരണം ചെയ്യുന്ന നഗരം, പരിപാടിയുടെ സമയം, എത്ര കർഷകർക്ക് ആനുകൂല്യം ലഭിക്കും തുടങ്ങിയ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് പുതിയ അപ്ഡേറ്റുകൾ എത്തിക്കും. അതിനാൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് മറ്റ് കർഷക സുഹൃത്തുക്കൾക്കും വിവരം എത്തിക്കുക. PM കിസാൻ പദ്ധതിയുടെ 23ാം ഗഡുവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.